ആരിഫ് ഹുസൈൻ, നേരത്തെ സിവിക് സെൻസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ ഭ്രാന്തമായ താരാരാധന അല്ലേ, അതും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നില്ലേ? എന്തിനധികം നമ്മുടെ നാട്ടിലൊരു ജ്വല്ലറി ഉദ്ഘാടനത്തിനൊരു നടി വന്നു കഴിഞ്ഞാലുള്ള ക്രൗഡ് കണ്ടിട്ടില്ലേ? എന്തോ വലിയൊരു അത്ഭുതം നടക്കുന്നത് പോലെയാണല്ലോ ആളുകൾ തടിച്ച് കൂടുന്നത്. ഈ ക്രൗഡ് മാനേജ്മെന്റിൽ അതൊരു എഞ്ചിനീയറിംഗ് തന്നെയാണ് ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തൊരു ക്രൗഡ് സൈക്കോളജി ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ അതായത് ഒരു ക്രൗഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മുൻവിധി വരുന്നത് അങ്ങനെയാണ്. എന്നിട്ടാണ് അത് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അത് പല കാരണങ്ങൾക്കുണ്ടാവാം. ഇപ്പം നമ്മളിത് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ഫ്രാൻസിൽ വലിയൊരു അക്രമം നടക്കുന്നത് നമ്മൾ കണ്ടു. ഇതേപോലെ ഒരു ഫുട്ബോൾ കളിയുമായി കണക്ട് ചെയ്ത് അവിടെ ഒരു വിജയം ആഘോഷിക്കുന്നത്, പിന്നീട് കണ്ടത് പരസ്പരമുള്ള ഒരു യുദ്ധസമാനമായ ഒരു അവസ്ഥ, ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുന്നു. യൂറോപ്പിൽ അത് വളരെ വ്യാപകമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തും കൂടി അത് നടന്നു കഴിഞ്ഞു എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിലേതായാലും അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവിടെ ഉണ്ടായ കാരണം മറ്റൊന്നായത് എന്തായാലും അതിലും സംഭവിക്കുന്നത് മരണങ്ങളും ഇതുപോലെയുള്ള ഈ സ്റ്റാമ്പീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് മാനേജ് ചെയ്യേണ്ട ഒരു രീതി അത് നമ്മൾ ഇനിയും ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കുമെന്നുള്ളത് നമ്മൾ പ്രശ്നമായിട്ട് ഉയർത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കാരണങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ നോക്കിയിട്ട് ഇതിൽ അപകടം ഉണ്ടാകാതിരിക്കാം അങ്ങനെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ക്രൗഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് എന്ത് തന്നെ കാരണത്തിൻ്റെ പേരിലായാലും എന്നുള്ളതാണ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള വഴികളിൽ തുല്യമായ പങ്ക് അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തും. ഇവിടേക്ക് ഈ പറയുന്ന ഒഴികഴിവുകൾ, അതായത് അനുമതി കൊടുത്തില്ല, ഇതൊക്കെ ഇപ്പോഴല്ലല്ലോ നമ്മൾ സത്യത്തിൽ പറയേണ്ടത്. അതിപ്പോൾ ഇപ്പോൾ ക്യുസാറ്റിൽ അന്ന് അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും ആ ഒരു ഏരിയ ഉണ്ട്. നമ്മൾ അപകടം നടന്ന ഏരിയ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കാണാം. ഇപ്പോഴും അത് അവിടെ പോലീസുകാർ ആളെ കടത്തിവിടാതെ അവിടെ വളഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്തോന്ന് എനിക്കറിയില്ല. എന്തായാലും വണ്ടി ഏതായാലും കടത്തി വിടുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് അവിടെ തടയേണ്ട വഴി അന്ന് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ അവിടെ അപകടം ഉണ്ടായി, ആൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് അവിടേക്ക് ആളെ കടത്തി വിടാതെ അവിടെ ഈ വഴി തിരിച്ച് ഇതുപോലെ കെട്ടിവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണ്? ഇപ്പോൾ ഒരു ടിപ്പർ ഇടിച്ചൊരു അപകടം ഉണ്ടായാൽ ഉടനെ ടിപ്പർ നിരോധിക്കുക, ബസ് ഇടിച്ചിട്ട് അപകടം ഉണ്ടായ ബസ് നിരോധിക്കുക, ഷവർമ കഴിച്ചിട്ട് അപകടം ഉണ്ടായ ഷവർമ നിരോധിക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതല്ലല്ലോ അതിൻ്റെ രീതി. ക്രൗഡ് ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു, അതിനെ മാനേജ് ചെയ്ത് പോവുക. ഇപ്പോൾ ഷവർമ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക. അത് ഫുഡ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ്, അത് മാനേജ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാ ഷവർമക്കടയും പൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അപ്പോൾ ഉടനെ തന്നെ ബസ്സിൻ്റെ അതിലുള്ള സ്റ്റിക്കർ മുഴുവൻ പറിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെയൊക്കെ വളരെ തലതിരിഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തൊരു അടിസ്ഥാനപരമായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അഭാവമുണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ നാണം കെടും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മളുടെ കളിക്കാർ മാത്രമല്ല, വിദേശത്തു നിന്നുള്ള കളിക്കാരും കൂടി ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ നാണക്കേടായിട്ടാണ് അത് മാറുക. അപ്പോൾ ഇതൊരു മുൻകൂട്ടി കണ്ട് ഇതിനകത്ത് തടയാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. ഇതിന് അത്രമാത്രം ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് മുൻകൂട്ടി കണ്ട് ചെയ്യാനുള്ള വഴികൾ ചെയ്യുന്നതിൽ പരാജയം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുക. അവിടെ പഴിചാരിയതുകൊണ്ടോ അനുമതി ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഇനിയും ആവർത്തിക്കാനുള്ള തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ച ആ ചക്കളത്ത് പോര് വല്ലതും ഉണ്ടോ? ഈ ഒരു ബ്ലെയിം ഗെയിം. മുഖ്യമന്ത്രി പറയുന്നു സർക്കാർ അനുമതി നൽകിയിട്ടില്ല, പിന്നെ ആരെ അനുമതി കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മുൻപന്തിയിൽ നിൽക്കുന്നത് DKS ആണ്. അതാണ് അതിൽ കറങ്ങി തിരിഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഇത് ഈ മണ്ണ് വാരി എറിയാനുള്ള അവസരങ്ങളാക്കി മാറ്റാണ്, മുതലെടുപ്പുകൾക്കുള്ള അവസരമായിട്ടാണ് മാറുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എന്തോ ഭാഗ്യത്തിനായിരുന്നു ഇതിനകത്ത് ഒരു തീവ്രവാദത്തിൻ്റെ സാധനം മാത്രം കേൾക്കാത്ത, അല്ലെങ്കിൽ അതും കൂടി നമുക്ക് കേൾക്കാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഏതെങ്കിലും ഒരു ജിഹാദി ചെയ്തതാണെന്ന് വരെ പറഞ്ഞു വെക്കാനുള്ള വഴിയാണ് ഇതിനകത്ത് തുറന്നു നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ക്ലിയർ ആയിട്ട് ഒരു കയോട്ടിക് ആയിട്ടുള്ള ഒരു മോബ് അവിടെ വന്നു കഴിയുമ്പോൾ അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അതിനകത്ത് ഇപ്പോൾ നമ്മളത് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കും. അതൊരു വെറും ഒഴികഴിവ് പറയലായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. സർക്കാരിന് അതിനകത്തൊരു എന്താ പറയുക ഒരു
ഒമിഷന്റെ ഭാഗമായിട്ടുള്ളൊരു എറർ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് മുൻകൂട്ടി കണ്ട് അത് പ്രൊആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം അറിയുന്ന ഒരു മുറയ്ക്ക് അത് തടയേണ്ട ബാധ്യതയുണ്ട്. ഇവിടെ അത് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം ചെയ്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ ഇതേ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരാൾ അവിടെ പങ്കുകൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അറിയാതെ പോയി എന്ന് പറയുന്നത് ശരിയല്ല. അറിഞ്ഞിട്ടും ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്നത്. അതൊരു തീർച്ചയായിട്ടും അത് അവിടെ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡിനെ പഴിചാരിയതുകൊണ്ടൊന്നുമല്ല ഇതിൽ തീരാൻ പോകുന്നത്. സംസ്ഥാനത്തിനാണ് ദുരന്ത നിവാരണത്തിനുള്ള പങ്കുള്ളത്. അവരാണ് ആ സംഗതിയെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനുള്ള വഴികൾ തുറന്നിടേണ്ടത്. അത് അവിടെ നോക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ കൊച്ചിയിൽ നമ്മളുടെ ഒരു MLA വീണ് ഒരു പരിക്കുപറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ കളി പിന്നെയും തുടർന്നു, അല്ലെങ്കിൽ ആഘോഷം പിന്നെയും തുടർന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ പരാതിയായിട്ട് നമ്മളിവിടെ പറഞ്ഞത്. ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പുറത്തെ ആളുകൾ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇത് 5-10 ആളുകളല്ലല്ലോ. ഒരു ചെറിയ ഹാളിനകത്ത് പോലും ഒരു പരിപാടി നടക്കും. ഒരു 500 പേരുള്ള ഒരു ഹാളിനകത്ത് പോലും ഒരാൾ തലയിറങ്ങി വീണാൽ അങ്ങേയറ്റത്തുള്ള ആൾ അറിയുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതേപോലെ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സമ്മേളനത്തിനകത്ത് ഒരു കോർണറിൽ ഉണ്ടാകുന്ന പ്രശ്നം അപ്പുറത്തെ ആളുകൾ അറിഞ്ഞില്ല എന്നതിന്റെ പേരിൽ അവിടെ അവര് ഫ്രാന്റിക് ആയിട്ട് ഓടുന്നതെങ്കിൽ ഇവരൊക്കെ കാണുമല്ലോ. ക്രൗഡ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ. ഓടാൻ എന്തെല്ലാം കാരണമുണ്ട്. അല്ല ഈ താരങ്ങൾക്ക് സുരക്ഷയൊരുക്കിയ പോലീസിന്റെ വയർലെസ് സെറ്റിലെങ്കിലും ഒരു മെസ്സേജ് വരുമല്ലോ. ഉണ്ട്. അത് ഇതിനെ സമയമെടുക്കുമല്ലോ. ഈ പ്രോസസ്സ് വന്ന് സമയമെടുക്കും. അതിനുശേഷമാണല്ലോ ഇത് സംഭവിക്കുക. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചിയിൽ നടന്ന ആ അപകടത്തിൽ ആ MLA താഴെ വീണ്, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഉമാ തോമസ്. അവർ താഴെ വീഴുന്ന സമയത്ത് തൊട്ടടുത്ത് കസേരയിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെയും ഈ പറഞ്ഞ സംഗതി തന്നെയാണ്. ഈ ഒരു ക്രൗഡ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സംഭവം ചെയ്യുമ്പോൾ അവിടെ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പാളിച്ച അന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കാൻ പറ്റുന്ന ഒരു എറർ അതാണ് നമ്മളവിടെ കണ്ടത്. വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ച് അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തടഞ്ഞ് താഴെ വീഴുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഇതൊന്നും ഒരിക്കലും അത്തരം വേദികളിൽ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ വലിയ മിസ്റ്റേക്കാണ്. ഇന്ന് അവർ തിരിച്ച് ജോലിയിലേക്ക് കയറി എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞു, സന്തോഷം. പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇത് മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഇന്ത്യ എന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് ഇനിയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇതിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മുരളി തുമ്മാരുകുടിയെ കുറിച്ച് കേട്ട് കാണും. അദ്ദേഹം ഇതിനെക്കുറിച്ച് എപ്പോഴും ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ എഴുതുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഇത് പറയാനുള്ള ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ എത്രത്തോളം അതിനകത്ത് എടുത്തിട്ടുണ്ട് ആ മുൻകരുതലുകൾ? ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും അതിന് ശേഷം നമ്മൾ എടുത്തോ? ഇനി അടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ വിഷയം അന്നും ഇദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചു. ഇന്നും അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു വിഷയം വരുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും വിവരം ഇതുവരേക്കെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ് അതിനകത്ത് ഇതിൽ ഇടപെടേണ്ടത് എന്നുള്ള സംബന്ധിച്ചിട്ട് എന്തെല്ലാം ആധുനിക ടെക്നോളജീസ് ഉണ്ട് ക്രൗഡ് ഈ എഞ്ചിനീയറിങ്ങിന്റെ ഭാഗമായിട്ട്. CCTV ഉപയോഗിച്ചുകൊണ്ട്, RFID ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വഴികളുണ്ട്. ചിലതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാം, ചിലത് അൺഓർഗനൈസ്ഡ് ആയിട്ടാണെങ്കിലും CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് ചെയ്യാം. എന്നാലും പോലീസ് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന വഴികളുണ്ട്. ഞാൻ അതിൻ്റെ എക്സ്പേർട്ട് അല്ല, പക്ഷെ നമുക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന വഴികളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ പിന്നെ എക്സ്പേർട്സ്, ഇത് പഠിക്കുന്ന ആളുകളുണ്ട്, ഇതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അവരെയും കൂടി ഇതിനകത്തേക്ക് ഉപയോഗിച്ച് അവരുടെ ഒപ്പീനിയൻ അതിനകത്ത് എടുത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് തന്നെയാണ്. അവിടെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്.